ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ആവൽ കുഴച്ചതാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് മട്ട ആവൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് കഴിയുമ്പോഴേക്ക് ഇതിനൊരു മണമൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിതിനെ കൈകൊണ്ടൊന്ന് പൊടിച്ച് നോക്കാം. ഇതിപ്പോൾ ഇവിടെ പൊടിഞ്ഞു വരുന്നുണ്ട്. ഇത് നമ്മുടെ അവലിൻ്റെ കറക്റ്റ് പാകമാണ്. നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. അതും ഡ്രൈ റോസ്റ്റ് ചെയ്ത് തന്നെയാണ്. നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. പൊട്ടുകടല പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടുന്നതാണ്. നമ്മളുടെ പൊട്ടുകടല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിനെ നമുക്കിനി മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രിസ്പായിട്ട് വറുത്ത് കോരിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു 3-4 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ പച്ചമുളക് കൂടെ വറുത്ത് കഴിഞ്ഞു. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സാക്കി എടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അവലിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വറുത്ത് മാറ്റി വെച്ച പച്ചമുളക്, കറിവേപ്പില ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഒരല്പം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ഗ്ലാസ് തേങ്ങ ചിരകിയെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോഴേ ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ നന്നായി ഒന്ന് ഇതിനകത്ത് പിടിച്ച് കിട്ടൂ. ഇത് നമുക്ക് മധുരം ചേർത്തും മധുരം ചേർക്കാതെയും കഴിക്കാൻ പറ്റുന്നതാണ്. മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കഴിക്കാം. നമ്മളുടെ അവലിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. മധുരം ചേർക്കാത്തവർക്ക് ഒരല്പം കൂടി ഉപ്പ് ആവാം. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. എനിക്കിതിവിടെ പരുവമായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളുടെ അവൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അവലും പൊട്ടുകടലയും ഒന്നും വറുക്കുന്നതിന് അധികം സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരല്പം കറിവേപ്പില വറുത്തത് കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.